നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വെർ പി ടി സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദെൻ ദർ ഇസ് എ പ്രോബ്ലം എ സീരിയസ് ട്രബിൾ. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലൈക്ക് സ്പീക്കിങ്ങിൽ അവർ 85-90യുടെ അടുത്ത് സ്കോർ ചെയ്യുന്നു, ലിസണിങ്ങിൽ 85-90 സ്കോർ ചെയ്യുന്നു, റീഡിങ്ങിൽ 75-85 സ്കോർ ചെയ്യുന്നു. ബട്ട് now there arises a problem റൈറ്റിങ്ങിൽ 40-50 സ്കോർ ചെയ്യുന്നു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആൻഡ് ദാറ്റ്സ് എൻ അലാമിങ് ട്രബിൾ. 2026 പല സ്റ്റുഡൻസും ഇപ്പോൾ ഒരു മാസമായി പല സ്റ്റുഡൻസും അറ്റംപ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂസ് ആൻഡ് ദാറ്റ് ഈസ് എ പ്രോബ്ലം ഇൻ ദ റൈറ്റിംഗ്. എന്താണ് ഈ പ്രോബ്ലം? അത് സ്പെസിഫിക്കലി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റുഡൻസ് ആർ നോട്ട് വീക്ക് സെക്സ് സ്റ്റുഡൻസ്. അവർ എന്താ പറയുക, അക്കാഡമിക്കലി സ്ട്രോങ് അല്ലാത്തതല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തവരല്ല. ദേ ആർ നോട്ട് ആൻഡ് ദേ ആർ ഇൻ്റലിജൻറ്റ് വെൽ പ്രിപ്പയർഡ് കാൻഡിഡേറ്റ്സ്. ബട്ട് ഒരേ ഒരു മിസ്റ്റേക്ക് കാരണമാണ് അവർക്ക് ഈ പ്രോബ്ലംസ് വരുന്നത്. എന്താണ് ഈ പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ടൊക്കെ ടെംപ്ലേറ്റ് വർക്ക് ചെയ്തിരുന്നു. 2026 മുന്നേയൊക്കെ നമ്മൾ 2024-23 കണ്ടിരുന്നു. ചെറിയ ടെംപ്ലേറ്റൊക്കെ കുറച്ചും കൂടിയൊക്കെ അലൗ ചെയ്തിരുന്നു. ആൻഡ് ഫോക്കസ്ഡ് ഓൺ സ്ട്രക്ചറൽ കംപ്ലീറ്റ്നെസ്. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ബോഡി ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടായാൽ അവർക്ക് സ്കോർ കിട്ടും. അതായിരുന്നു അൾട്ടിമേറ്റ് ഒരു ഗോൾ. ഓക്കെ, ഫോർമുലൈക്ക് ഓർഗനൈസേഷൻ, ഒരു ഫോർമുല പ്രകാരം നമ്മൾ പഠിച്ചിട്ടില്ലേ, എന്താ പറയുക, ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൽ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ഉണ്ടായാൽ ഇറ്റ് ബിക്കംസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. അതുപോലെ തന്നെ ഒരു എസ്സേ ആണെങ്കിൽ, ഒരു റൈറ്റിംഗ് ആണെങ്കിൽ, എസ്സേ മാത്രമല്ല ഒരു റൈറ്റിംഗ് ആണെങ്കിൽ, ഒരു റൈറ്റിങ്ങിൻ്റെ ആസ്പെക്റ്റ് ആണെങ്കിൽ, ഒരു ഫോർമുല ബേസ്ഡ് ആണെങ്കിൽ അത് സ്കോർ കിട്ടും. കൂടെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മെമ്മറൈസ്ഡ് ആണോ അല്ലയോ എന്ന് സിസ്റ്റത്തിന് കണ്ടെത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാല്യൂഡ് ലെങ്ത് ഓവർ ഒത്തൻറ്റിസിറ്റി. അപ്പോൾ ലെങ്ത് ആയിരുന്നു അവിടെ കൂടുതൽ നോക്കിയിരുന്നത്. എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. ബട്ട് നൗ തിങ്സ് ഹാവ് ചേഞ്ച്. Now this is one problem where you use advanced plagiarism detection algorithms. നിങ്ങൾ ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും കോണ്ടൻറ്റ് എവിടുന്നെങ്കിലൊക്കെ കണ്ടെത്തി ബൈ ഹാർട്ട് ചെയ്ത് എല്ലാ എസ്സേസിനും ഒരേ രീതിയിലുള്ളത് കോണ്ടൻറ്റ് എഴുതി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന റിലേറ്റഡ് അല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യന് പറ്റിയ ഒരു ആൻസർ അല്ല കൊടുക്കുന്നതെന്ന് വെച്ചാൽ ദെൻ അഡ്വാൻസ് പ്ലഗറിസം ഡിറ്റക്ഷൻ അൽഗോറിതം പ്രകാരം അത് ഡിറ്റക്ട് ചെയ്യും ആൻഡ് ദെൻ ഇറ്റ് ഈസ് എ പ്രോബ്ലം. ശ്രദ്ധിക്കണം. ഓക്കെ, നൗ ക്രോസ് റെഫറൻസ് തൗസൻഡ്സ് ഓഫ് കോമൺ ടെംപ്ലേറ്റ്സ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ പല ആയിരക്കണക്കിന് സ്റ്റുഡൻസ് പല സെൻറ്റേഴ്സിലും അവർ എഴുതും. ഇതേപോലെ ഒരേ ടൈപ്പ് ഓഫ് മെത്തഡോളജി ഉപയോഗിച്ച് ഒരേ രീതിയിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ChatGPT-ന്നോ അല്ലെങ്കിൽ ജെമിനൈന്നോ ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ ബൈ ഹാർട്ട് ആക്കുമല്ലോ. ഓരോ കോണ്ടൻറ്റിനും ഓരോ ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ട്. ദാറ്റ് ബിക്കംസ് അത് ഇവിടുന്നും ക്രോസ് റെഫറൻസ് എടുത്തിട്ട് AI ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. റിപ്പറ്റേറ്റീവ് ഫ്രേസ് പാറ്റേൺസ് അക്രോസ് ടെസ്റ്റ് ടേക്കേഴ്സ്. ഒരേ രീതിയിലുള്ള ഒരേ ഫ്രേസ്, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഇമേജ്, അങ്ങനത്തെ ഒക്കെ ഫ്രേസ് റിപ്പറ്റീഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള അൽഗോറിതം AI നമ്മുടെ പിയേഴ്സൺ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് എവിടെയെങ്കിലും ഒറിജിനാലിറ്റി കോൺസെപ്റ്റ്, ഒത്തൻറ്റിക് കോൺസെപ്റ്റ് മിസ്സിങ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നുണ്ട്. പ്രയോറിറ്റൈസസ് കോണ്ടൻറ്റ് ഒറിജിനാലിറ്റി ആൻഡ് ടോപ്പിക് റെലവൻസ്. കോണ്ടൻറ്റ് അനുസരിച്ച് അത് കോണ്ടൻറ്റ് റെലവെൻ്റ് ആണോ, എന്തിനെക്കുറിച്ച്, എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്, എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ട്രാഫിക് ആണ് ചോദിച്ചേക്കുന്നത്, ട്രാഫിക്കിനെ കുറിച്ചാണോ പറയുന്നത്. ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ എക്കണോമി ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണോ നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതർവൈസ് അഗെയിൻ AI ഡിറ്റക്ട് ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദിസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഫ്ലാഗ്സ് ടെംപ്ലേറ്റ് മാർക്കേഴ്സ്. ഇറ്റ് ഇസ് ഓഫൺ ആർഗ്യൂഡ് ദാറ്റ് ടു സം അപ്പ്, പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ IELTS ആണെങ്കിലും PT ആണെങ്കിലും കുറേ ഫ്രേസുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് പോകുന്നവരുണ്ട്. അങ്ങനത്തെ ഫ്രേസുകൾ ചെയ്യുന്നവരും ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ശ്രദ്ധിക്കണം. റൈറ്റിംഗ് ഷുഡ് ബി വെരി പ്രോപ്പർ ആൻഡ് ഇഫ് ദ റൈറ്റിംഗ് ഇസ് നോട്ട് പ്രോപ്പർ യു വിൽ ഹാവ് ട്രബിൾ. അപ്പോൾ 3-way ടെംപ്ലേറ്റ് ട്രാപ്പ്. ഇപ്പോൾ ടുഡേയ്സ് മോഡേൺ വേൾഡ്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ദർ ആർ വേരിയസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്.
അപ്പോൾ ഇങ്ങനത്തെ ജനറിക് ഫില്ലർ ഫ്രേസസ് നിങ്ങൾ കാണാപ്പാടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യെസ് ദിസ് ഇസ് ഓക്കെ, ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ നോ നോ നോ, ഡു നോട്ട് യൂസ് ദിസ്. ശ്രദ്ധിക്കണം. ഇനി AI റെസ്പോൺസ് 0 കോണ്ടന്റ് മാർക്സ് ബിക്കോസ് ദീസ് ഫ്രേസസ് ഡോണ്ട് അഡ്രസ് ദ സ്പെസിഫിക് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഒരു ഫ്രേസ് അല്ല. ആഡ് നോ മീനിങ് ഫുൾ ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷനും അവിടെ പാസ് ആവുന്നില്ല. അപ്പോൾ ദെൻ ഇറ്റ് ഇസ് നോട്ട് റെലവൻറ്റ് ടു ദിസ്, കുഡ് അപ്ലൈ ടു ലിറ്ററലി എനി ടോപ്പിക്. ഏത് ടോപ്പിക്കിനും റിലേറ്റഡ്, ഏത് ക്വസ്റ്റ്യനും റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ആൻസേഴ്സ് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായാൽ ദെൻ സപ്പോസ് ഡെമോൺസ്ട്രേറ്റ് നോ ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു രീതിയിലും നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ് അത് കൊണ്ടുവരുന്നില്ലെങ്കിൽ നോ, അഗെയിൻ AI മാർക്സ് ഇറ്റ് ആസ് 0 റെസ്പോൺസ്. അപ്പോൾ അവിടെ 0 കിട്ടാൻ സാധ്യതയുണ്ട്. ട്രാപ്പ് 2 കൊഹറൻസ് കൊളാപ്സ്. എസ് എഴുതുന്നവർ അല്ലെങ്കിൽ റൈറ്റിംഗിൽ ഏതെങ്കിലും ലെങ്തിയർ സെക്ഷൻസ് എഴുതുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ഡു നോട്ട് ഗോ ഫോർ ഫില്ലർ ഫ്രേസസ്. ഇനി ട്രാപ്പ് 2 ഇവിടെ നോക്കാം, ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു അഗ്രി? പ്രോബ്ലം, വാട്ട് പ്രോബ്ലം ഡസ് എക്സ് കോസ് ആൻഡ് ഹൗ ക്യാൻ ദേ ബി സോൾവ്ഡ്? ഡിസ്കഷൻ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. ഇതിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്തെങ്കിലും ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 0 മാർക്സ് ഫോർ ഓർഗനൈസേഷൻ. ഇത് ശ്രദ്ധിക്കണം. ആൻഡ് ഇഫ് യു ആർ യൂസിങ് ഇറ്റ്, നിങ്ങളുടെ സ്കോറാണ് പോകുന്നത്. ആൻഡ് ദാറ്റ് ഗോസ് സിംപ്ലി ബിക്കോസ് യു ആർ സ്റ്റക്ക് ഇൻ ടെംപ്ലേറ്റ്. ഇനി ട്രാപ്പ് 3 റിപ്പിറ്റേറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ. ഒരേ സെൻറ്റൻസ് തന്നെ പല പ്രാവശ്യം എസ്സേയിലോ അല്ലെങ്കിൽ പാരഗ്രാഫ്സിലോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഗെയിൻ ഇറ്റ്സ് എ പ്രോബ്ലം. നൗ ലിമിറ്റഡ് വൊക്കാബുലറി വെറൈറ്റി. വൊക്കാബുലറി ഇല്ല, ഒരേ വേർഡ് തന്നെ പല പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഗെയിൻ 0. ദ സെയിം ട്രാൻസിഷണൽ ഫ്രേസസ് റിപ്പീറ്റഡ്ലി. നിങ്ങൾ ഫർദർ മോർ, ഹൗ എവർ, അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒരേ സമയം പിന്നെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ബട്ട് ദസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് then it's a problem. Predictable clause combinations. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോയാൽ, ഈ ട്രാപ്പ് 1, ട്രാപ്പ് 2, ട്രാപ്പ് 3 ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കോറിങ് ഹൈ ആക്കാൻ പറ്റും. അതുകൂടാതെ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ബെറ്റർ സ്കോർ. ഇവിടെ റിസൾട്ട് എന്താണ്? 6 മാർക്കിൽ ലിംഗ്വിസ്റ്റിക് റേഞ്ച് നിങ്ങൾക്ക് 5ഉം 6ഉം കിട്ടേണ്ട സ്ഥാനത്ത് അവിടെ എന്താണ് കിട്ടുന്നത്? 2ഓ 3ഓ ആണ് കിട്ടുന്നത് ഔട്ട് ഓഫ് 6. ആൻഡ് ദാറ്റ്സ് ബിക്കംസ് എ പ്രോബ്ലം. ഇവിടെ നോക്കൂ, റിയൽ വേൾഡ് കോൺസിക്വൻസ് കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. IELTS 7.5 ഇക്വലൻറ്റ്, ആൾ മാസ്റ്റേഴ്സ് ആണ്, എക്സലൻറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എസ് എഴുതുന്നു. സം പീപ്പിൾ ബിലീവ് ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ബെനിഫിറ്റ് ഹ്യൂമാനിറ്റി while others think it poses significant risk. Discuss both views and your opinion. In today's modern era, artificial intelligence എന്ന് പറഞ്ഞ് തുടങ്ങി. ഫസ്റ്റ്ലി ഇറ്റ് ഹെൽപ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ, ഫർദർ മോർ എന്ന് പറഞ്ഞ് ഞാനൊരു ടെംപ്ലേറ്റ് ബേസ്ഡ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ കുറയാൻ സാധ്യതയുണ്ട്. ഞാൻ ഒന്ന് മാറി തന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കോണ്ടന്റ് മനസ്സിലാവണം. ആ കോണ്ടന്റ് അനുസരിച്ചാണോ നിങ്ങൾ ഒരു ബൈ ഹാർട്ടഡ് കോൺസെപ്റ്റ് ആണോ നിങ്ങൾ പുട്ടപ്പ് ചെയ്യുന്നത്? ആ ബൈ ഹാർട്ടഡ് കോൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾ എസ് എഴുതാൻ നോക്കിയാൽ യു ആർ ഗോയിങ് ടു ബി ഇൻ ട്രബിൾ ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ഗുഡ് സ്കോർ. സോ ദാറ്റ് ഷുഡ് ബി യുവർ ഫോക്കസ്. നൗ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇങ്ങനെ വരുമ്പോൾ 90ൽ നിങ്ങൾക്ക് 43 ആണ് കിട്ടുന്നത്. കോണ്ടന്റ് കൊണ്ടോ ഡസ് നോട്ട് ഡിസ്കസ് ബോത്ത് വ്യൂസ്, ഒരു സൈഡ് മാത്രം, ഒരു ഒപ്പീനിയൻ മാത്രം പറയുന്നത് ജനറിക് എക്സാമ്പിളാണ്, പൊതുവായിട്ട് പറയുന്ന എക്സാമ്പിളാണ്. യു ഗെറ്റ് 1 ഔട്ട് ഓഫ് 6. ലിംഗ്വിസ്റ്റിക് റേഞ്ചിൽ വീണ്ടും 2 ഔട്ട് ഓഫ് 6 ബിക്കോസ് റിപ്പീറ്റേറ്റീവ് സ്ട്രക്ചർ. ഒരേ കാര്യം തന്നെ ആവർത്തി ഇവിടെ പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, തേർഡ്ലി, സെക്കൻഡ്ലി, ആൻഡ് അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല. ആൻഡ് ദർ ഇസ് നോ ഡൈവേഴ്സിഫൈഡ് റേഞ്ച് ഓഫ് സെൻറ്റൻസസ്. ഇനി ഇവിടെ നോക്കുക, സ്ട്രക്ചറിൽ റോങ് ഫോർമാറ്റ് ഫോർ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഡിസ്കഷൻ ക്വസ്റ്റ്യന് എങ്ങനെയാണ് ഫോർമാറ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് മനസ്സിലാക്കാം. മൾട്ടിപ്പിൾ കോമൺ ഫ്രേസസ് ഫ്ലാഗ്ഡ്. ഒരേ പല എസ്സേസിനും കോണ്ടന്റ് ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഫ്രേസസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ ടെംപ്ലേറ്റ് ഡിറ്റക്ഷൻ വരുന്നു. ദ വിന്നിങ് ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചർ, ലോജിക്കൽ ഓർഗനൈസേഷൻ ഫ്രെയിംവർക്ക് വേണം. ഒരു പ്രോപ്പർ എസ്സേ ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോപ്പർ പാരഗ്രാഫ് റൈറ്റിംഗ് നിങ്ങൾ PT ബേസ്ഡ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. യു ഷുഡ് ബി ലൈക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ബോഡി ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. ആൻഡ് ദാറ്റ്സ് എ യൂണിവേഴ്സൽ സ്ട്രക്ചർ. അതിന് ടെംപ്ലേറ്റ് ബാധകമല്ല. ബട്ട് നമ്മൾ എന്താ പറയുക,
ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫ്രേസ് ആയിട്ട് തുടങ്ങുന്നു, അത് ബൈ ഹാർട്ടഡ് ആണ്, എല്ലാ കോണ്ടന്റിനും ഉപയോഗിക്കാൻ പറ്റും, then you are not going to get a score. ടോപ്പിക് സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ, എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് ടോപ്പിക്, ആ ടോപ്പിക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, ലിങ്ക്, പാരഗ്രാഫ്. നൗ ക്ലെയിം, എവിഡൻസ്, അനാലിസിസ്. ഒരു ക്ലെയിം പറയുന്നു, അതിന് ഒരു എവിഡൻസ് പറയുന്നു, അതിൻ്റെ അനാലിസിസ് പറയുന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റീവ് സ്ട്രക്ചർ, ആർഗ്യുമെൻറ്റ് സ്ട്രക്ചർ, ഒരു ഇതാണ് ക്ലെയിം, അത് സേ ദിസ്, അത് മൈ ഒപ്പീനിയൻ ഇസ് ദിസ്, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു എവിഡൻസ് പറയുന്നു, അനാലിസിസ് പറയുന്നു. നമ്മൾ എപ്പോഴും ഓർക്കുക, പി ടി നമ്മൾ IELTS ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പി ടി നമുക്കൊരു നോർമൽ സ്ട്രക്ചറും നോർമൽ കോണ്ടൻറ്റും മതി. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. വലിയ നമ്മൾ ഡെപ്തിൽ റിസർച്ച് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് എ റിസർച്ച് വർക്ക്. IELTSനും അതല്ല. ഇവിടെ ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ലാംഗ്വേജ് വർത്താണോ, ഒരു 70 അല്ലെങ്കിൽ 80 തരാൻ പറ്റുന്ന വർത്ത് അതിലുണ്ടോ, ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, അസസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി സൊഫിസ്റ്റിക്കേറ്റഡ് ലിങ്കിങ് വേർഡ്സ്. നമ്മൾ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം മാത്രം പഠിച്ച് പോകരുത്. യൂസ് എ കോമ്പിനേഷൻ ഓഫ് ഇറ്റ്. nevertheless, furthermore, consequently, alternatively, ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. in contrast, similarly, specifically, notably, അല്ലെങ്കിൽ this suggests that, which indicates, as a result. അപ്പോൾ ഇവിടെ ഒരു ടോപ്പിക് റിലേറ്റഡ് അല്ല, ബട്ട് ഇറ്റ്സ് എ ലിങ്കിങ് വേർഡ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ ലിങ്ക് ബിറ്റ്വീൻ യുവർ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് യു ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ. അപ്പം അത് മുന്നേ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ലിങ്ക് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് പ്രീമിയം ലിങ്കിങ് വേർഡ്സ് ആണ്. അതിനൊരു ക്വാളിറ്റി ഉണ്ട്. വെറുതെ ആൻഡും ബട്ടും ദസും ഒക്കെ പറഞ്ഞ് കൊളാക്കല്ലേ. ഓക്കെ, നൗ റെട്ടോറിക്കൽ ഡിവൈസസ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഇഫക്റ്റ് പറയുന്നു. ആരാണ് അത്, ആര് കാരണം കൊണ്ടാണ് നടക്കുന്നത്, അതിൻ്റെ ഇഫക്റ്റ് എന്താണ്. കമ്പയർ, കോൺട്രാസ്റ്റ്, രണ്ട് കാര്യം പറയുന്നു. ഓക്കെ, രണ്ട് കമ്പാരിസൺ നടത്തുന്നു. ഓക്കെ, ദിസ് ഹാൻഡ്, the right hand has 5 fingers, my left hand has 5 fingers. Comparison. Now contrast, my right hand can draw things, write things, but my left hand cannot. So you are contrasting things. Now problem, solution. പ്രോബ്ലം, ഒരു പ്രോബ്ലം, സെറ്റ് ഓഫ് പ്രോബ്ലംസ് പറയുന്നു. അടുത്ത പാരഗ്രാഫിൽ സൊല്യൂഷൻസ് പറയുന്നു. നമ്മളെ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന എസ്സേ എഴുതുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ഓഫ് കോണ്ടൻറ്റ്. നിങ്ങൾ ആ ഒരു ചിന്താഗതിയിലാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് ലൈക്ക് ഈവിൾ ഓർ നെഗറ്റീവ് തോട്ട് മൈൻഡ് സെറ്റ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഐഡിയാസ് ഉണ്ട്. ബേസിക് ഐഡിയാസ് നമ്മളൊന്ന് ആംപ്ലിഫൈ ചെയ്യാൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ കൂട്ടാൻ നോക്കിയാൽ മതി. പ്രോബ്ലം അറൈസസ്, വി ആർ നോട്ട് ഏബിൾ ടു ആംപ്ലിഫൈ വാട്ട് വി തിങ്ക്. ദർ ആർ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ ഒരു ഏകദേശം 8 വർഷത്തിന് മുകളിലായി PT പഠിപ്പിക്കുന്നു, 15 വർഷം മുകളിലായി IELTS പഠിപ്പിക്കുന്നു. I have found that when students come to me, they say, sir, I have no idea. ഞാൻ പറയട്ടെ, നിങ്ങളോട് സുഹൃത്തിനോട് സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ സെറ്റ് ഓഫ് ഐഡിയാസ് കൊണ്ടാണ് പോകുന്നത്, ഒരു പെന്നും പേപ്പറും കൊണ്ടാണ് പോകുന്നത്. ഞാൻ ഇവനോട് ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. നോ, ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ. യു ഹാവ് എ ബേസിക് ഇൻഫർമേഷൻ ഓഫ് ദീസ് തിങ്സ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ആംപ്ലിഫൈ. വലിയ രീതിയിൽ ഞാൻ എന്ത് പറയണമെന്ന് മനസ്സിലാക്കിയാൽ മതി. അതെങ്ങനെ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, അതിനുള്ള ഉത്തരം എങ്ങനെ കിട്ടും എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ യു ആർ ഏബിൾ ടു ആംപ്ലിഫൈ ആൻഡ് യു ആർ ഏബിൾ ടു എക്സ്പാൻഡ് യുവർ എസ്സേസ്. ഓക്കെ, നൗ ക്രോണോളജിക്കൽ പ്രോഗ്രഷൻ. ഞാൻ ഇൻട്രൊഡക്ഷൻ, ഹെഡ് എവിടെ വെക്കണം, ടെയിൽ എവിടെ വെക്കണം, ഞാൻ എവിടെയെങ്കിലും ലിങ്ക് ചെയ്താൽ പോരാ. ഹെഡ് ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ആവണം, കൺക്ലൂഷൻ ലാസ്റ്റിലേ വെക്കാൻ പാടുള്ളൂ. ഇങ്ങനത്തെ ക്രോണോളജിക്കൽ പ്രോഗ്രഷൻ നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ഫോർബിഡൻ, വാട്ട് ഈസ് ഫോർബിഡൻ, എന്താണ് വേണ്ട എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു കമ്മിറ്റ് ദിസ്, സീറോ, കംപ്ലീറ്റ് സീറോ. പ്രീ റിട്ടൺ സെൻറ്റൻസ് ആപ്ലിക്കബിൾ ടു എനി ടോപ്പിക്. എല്ലാ ടോപ്പിക്കിനും ഒരേ രീതിയിലുള്ള ഒരു പ്രീ റിട്ടൺ കോൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നെവർ ഡു ദാറ്റ്. എന്നോട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സർ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ആൻഡ് മൈ പ്രോബ്ലം ഈസ് ടെംപ്ലേറ്റ് പറ്റുമോ? ഐ വിൽ സേ നോ. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആരെങ്കിലും ടെംപ്ലേറ്റ് വെച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. You will have to suffer, you will have to rewrite your exam.
and that is not going to be sufficient in Pearson test. Okay, memorized examples that don't fit to the question. ഒരു ക്വസ്റ്റ്യന് ഫിറ്റ് ആവാത്ത കുറേ കോണ്ടൻറ്റ് വെച്ച് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അത് ഇൻപുട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുന്നുണ്ടാവും. നെവർ. പക്ഷേ പിയേഴ്സൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സെർവറിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ മാർക്കിംഗ് വ്യത്യാസമുണ്ട്, AI-യുടെ ചെക്കിംഗ് വ്യത്യാസമുണ്ട്, ഹ്യൂമൻ ചെക്കിംഗ് വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഫിക്സ്ഡ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് ഇത് പഠിച്ചിട്ടാണ് പോകുന്നത്. നെവർ ഡു ദാറ്റ്. കുക്കി കട്ടർ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നെവർ ഡു ദാറ്റ്. അപ്പോൾ essay സ്കോറിങ് എങ്ങനെയാണ് നടക്കുന്നത്? സെൻറ്റൻസ് കോംപ്ലെക്സിറ്റി, സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലെക്സ് സെൻറ്റൻസ്, കമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ കോണ്ടൻറ്റുകൾ എങ്ങനെ നമ്മളൊരു കാര്യം സിമ്പിളായിട്ട് പറയുന്നു, ഒരു കോമ്പൗണ്ട് സ്ട്രക്ചർ എങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ കോംപ്ലെക്സ് സെൻറ്റൻസ് എങ്ങനെ പറയുന്നു, അതിൻ്റെ ഒരു കോമ്പിനേഷൻ കണ്ടെത്തി വയ്ക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ഡെഫിനിഷൻ പാർട്ടിൽ അല്ലെങ്കിൽ സെൻറ്റൻസ് ക്രിയേഷൻ പാർട്ടിൽ അത് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഓക്കെ, വൊക്കാബുലറി സൊഫിസ്റ്റിക്കേഷൻ, അപ്രോപ്രിയേറ്റ്നെസ്, കോണ്ടൻറ്റ് അനുസരിച്ചുള്ള വൊക്കാബുലറിയാണോ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നത്, എന്നാൽ നിങ്ങൾക്ക് സ്കോർ കൂടുതൽ കിട്ടും. ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഡിവേഴ്സിറ്റി. അപ്പോൾ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സൊഫിസ്റ്റിക്കേറ്റഡ് ലിങ്കിങ് വേർഡ്സ്, പ്രീമിയം ലിങ്കിങ് വേർഡ്സ് ജനറേറ്റ് ചെയ്ത് അത് ഇൻപുട്ട് ചെയ്യാൻ നോക്കുക. ക്ലോസ് കോമ്പിനേഷൻ ടെക്നിക്. ടു മാക്സിമൈസ് സ്കോർ യൂസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഈച്ച് സെൻറ്റൻസ് ടൈപ്പ്. എപ്പോഴും സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലെക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലെക്സ് സെൻറ്റൻസിന് ഒരു വെറൈറ്റി കോമ്പിനേഷൻ നോക്കുക. ഇൻകോർപ്പറേറ്റ് അഡ്വാൻസ് വൊക്കാബുലറി നാച്ചുറലി. അഡ്വാൻസ്ഡ് വൊക്കാബുലറി എപ്പോഴും വലിയ ബോംബാർഡഡ് ഹൈ ഫണ്ട വൊക്കാബുലറി വേണമെന്നില്ല. ബട്ട് എവിടെയെങ്കിലൊക്കെ നമുക്ക് ഒരു നല്ല ലാംഗ്വേജ് ഉണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ നമ്മുടെ എസ്സേയിൽ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് സ്കോർ കൂടുതൽ കിട്ടും. വെരി സെൻറ്റൻസ് ഓപ്പണിങ്സ്. അവോയ്ഡ് സ്റ്റാർട്ടിങ് എവറി സെൻറ്റൻസ് വിത്ത് ദ, ഇറ്റ്, ദിസ്. ദം, ഇറ്റും, ദിസും വെച്ചിട്ട് സെൻറ്റൻസ് ഓപ്പൺ ചെയ്യാതെ നൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ദാറ്റ് ബിക്കംസ് മോർ ബ്യൂട്ടിഫുൾ. പിന്നെ ഒരേ നൗൺ തന്നെ, ഇപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് ക്ലൗഡ് ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഫ്ലഡ് ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ എക്കണോമി ആണെന്ന് വെക്കുക. എല്ലാ സെൻറ്റൻസും ഭൂരിഭാഗം നിങ്ങളുടെ എസ്സേയിലെ സെൻറ്റൻസിൽ ക്ലൗഡ് അല്ലെങ്കിൽ ഫ്ലഡോ അത് വെച്ച് തുടങ്ങാതിരിക്കുക. ടോപ്പിക് റെലവൻസ് അനുസരിച്ച് നിങ്ങൾ ആ ടോപ്പിക് റെലവൻസ് അനുസരിച്ച്, സെൻറ്റൻസ് റെലവൻസ് അനുസരിച്ച് നിങ്ങൾ സെൻറ്റൻസിനെ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കൂ കേട്ടോ. മിക്സ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കൺസ്ട്രക്ഷൻ. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അറിയാത്തവർ എന്തായാലും ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. ഗോ ത്രൂ റിസോഴ്സസ് ഓർ വി ഹാവ് അവർ ഓൺ ചാനൽ വെയർ വി ടീച്ച് ബേസിക് ഇംഗ്ലീഷ്. ആക്റ്റീവ് ആൻഡ് പാസീവ് ലാംഗ്വേജസും കൂടി ഒന്ന് ഉൾക്കൊള്ളിക്കാൻ നോക്കുക. ഓക്കെ, സോ ഹൈ ലിംഗ്വിസ്റ്റിക് റേഞ്ച് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഞാൻ ഒന്ന് മാറിത്തരാം. ആൻഡ് ദെൻ യു വിൽ ഫൈൻഡ്, ഇതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിയേ. ദിസ് ഗിവ്സ് യു മോർ ക്ലാരിറ്റി. This gives you more clarity with the statements where you are using while technological advancement has undeniably transformed modern healthcare, its implication, medical AI systems, human assessment, however, kando, however na usage vannu. If algorithms can predict outcomes with 95%, should doctors override this recommendation? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു എന്താ പറയുക, സൊഫിസ്റ്റിക്കേറ്റഡ് പാറ്റേൺ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ട്. ഇങ്ങനെ വേണം നമ്മൾ, ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലും മിനിമം ഒരു ബേസിക് ലെവലിലെങ്കിലും നമ്മൾ നമ്മുടെ എസ്സേസിനെ പുട്ടപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് AI ചെക്സ് ഡയറക്റ്റ് റെലവൻസ് ടു ദ ടോപ്പിക്. ടോപ്പിക് അനുസരിച്ച് തന്നെയാണോ നിങ്ങൾ എഴുതിയേക്കുന്നത്? എക്സാമ്പിൾ അതിനനുസരിച്ചാണോ? അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണോ? ഒറിജിനൽ തിങ്കിങ് ആണോ? അത് നിങ്ങൾക്ക് ഒറിജിനൽ തിങ്കിങ് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ? ഒരേ ദിവസം കുറേ ആയിരങ്ങൾ സ്റ്റുഡൻസ് എഴുതുന്നു, ഒരു മാസം പല സ്റ്റുഡൻസും എഴുതുന്നു. നിങ്ങളുടെ രീതി, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു പ്രിൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഒറിജിനാലിറ്റി അത് വരും. AI-ക്ക് അത് അസസ് ചെയ്യാൻ പറ്റും. AI കോണ്ടൻറ്റ് പുട്ടപ്പ് ചെയ്ത് നോക്കി അത് തന്നെ ശരിക്കും ഡിറ്റക്ട് ചെയ്ത് തരും, 0 സ്കോർ കിട്ടും. അപ്പോൾ അത് ചെയ്യാതിരിക്കും. ടു മാക്സിമൈസ് സ്കോർ, അഡ്രസ് എവറി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനിൽ പല പാർട്ടുണ്ടാവും, A പാർട്ട്, B പാർട്ട്, C പാർട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാ പോർഷൻസും ഒന്ന് കവർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. യൂസ് കോൺക്രീറ്റ് സ്പെസിഫിക് എക്സാമ്പിൾസ്. കൃത്യമായിട്ട് അതിന് എക്സാമ്പിൾസ് പറഞ്ഞു നോക്കുക. എക്സ്പ്ലെയിൻ വൈ, നോട്ട് ജസ്റ്റ് വാട്ട്. വാട്ട് ഇസ് എക്കണോമി എന്ന് മാത്രമല്ല,
വൈ എക്കണോമി ഈസ് റിക്വയർഡ് എന്ന് അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി ബെറ്ററാണ്. സേ ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഒരു എസ്സേ എഴുതുമ്പോൾ ആസ്ക് യുവർ സെൽഫ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ടു ഗെറ്റ് എ ബ്യൂട്ടിഫുൾ എസ്സേ എന്ന് പറയും. ഒരു എസ്സേ എഴുതുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് മാറ്റി ചോദിച്ചാൽ യു വിൽ ഓൾവേസ് ബി ഏബിൾ ടു എക്സ്പാൻഡ് ദാറ്റ് എസ്സേ. പല സ്റ്റുഡൻസ് ചെയ്യുന്നത് എന്താ, ദേ ആർ നോട്ട് ഏബിൾ ടു എക്സ്പാൻഡ് ദ എസ്സേ ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു ആസ്ക് themselves a better question. അപ്പോൾ വാട്ട് എന്ന് ചോദിക്കാതെ വൈ എന്നും കൂടി ചോദിക്കാം. വാട്ട് ഈസ് എക്കണോമി ഇൻ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് ചോദിക്കാതെ വൈ എക്കണോമി ഈസ് റിക്വയർഡ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്, വൈ uplifting people's standard of living is good for better economy. ഇതുപോലത്തെ വൈ കുറേ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ഡെപ്ത് ഇൻ യുവർ എസ്സേസ്. ഓക്കെ, ഷോ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് നുവാൻസസ്. എപ്പോഴും മനസ്സിലാക്കാം നുവാൻസസ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്, ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഏത് ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, അതൊന്ന് മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ യു ഡെഫിനറ്റ്ലി ആർ ഗോയിങ് ടു അപ്ഗ്രേഡ് യുവർ സെൽഫ്. ഇനി സ്ട്രക്ചർ, ക്ലിയർ മെയിൻ ഐഡിയാസ്, ലോജിക്കൽ പ്രോഗ്രഷൻ, ഇൻട്രൊഡക്ഷൻ, എന്താ പറയുക, അതിൻ്റെ ബോഡി പാർട്ട്, മേ ബി പ്രോബ്ലംസ്, പിന്നെ സൊല്യൂഷൻ ആൻഡ് ദെൻ കൺക്ലൂഷൻ. അല്ലാതെ സൊല്യൂഷൻ അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ, അല്ലെങ്കിൽ ആദ്യം കൺക്ലൂഷൻ പിന്നെ ലാസ്റ്റിലെ ഇൻട്രൊഡക്ഷൻ, അങ്ങനെയൊന്നും പോകരുത്. അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് കൊഹെസീവ് ഡിവൈസസ്, കമ്പൈനിങ് സെൻറ്റൻസിനെ ഒരു നല്ല രീതിയിൽ അതിനെ ലിങ്കിങ് വേർഡ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പാരഗ്രാഫ് യൂണിറ്റി ആൻഡ് ഫോക്കസ്. സെൻറ്റൻസ് ആ സ്ട്രക്ചർ അല്ലെങ്കിൽ പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു യൂണിറ്റിയും ഒരു ഫോക്കസ്, ആ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഫോക്കസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആൻറ്റി ടെംപ്ലേറ്റ് സക്സസ് ഫോർമുല. ഐഡൻറ്റിഫൈ ദ ക്വസ്റ്റ്യൻ. ഒപ്പീനിയൻ ആണോ, ഡിസ്കഷൻ ആണോ, പ്രോബ്ലം സൊല്യൂഷൻ ആണോ, കീ ടേംസ് അണ്ടർലൈൻ ചെയ്യുക ക്വസ്റ്റ്യനിൽ തന്നെ. ആൻഡ് വാട്ട് സ്പെസിഫിക്കലി ഈസ് ബീങ് ആസ്ക്ഡ്. പ്ലാൻ യുവർ പൊസിഷൻ. ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആണ് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ രണ്ട് ഭാഗവും ഞാൻ പറയുന്നുണ്ടോ, പ്രോബ്ലം സൊല്യൂഷൻ പറയുന്നുണ്ടോ, പ്രോബ്ലം എത്ര എണ്ണം പറയണം, അതിന് എത്ര സൊല്യൂഷൻ പറയണം എന്ന് നമുക്ക് ധാരണയാവും. ക്രിയേറ്റ് 3 to 4 സ്പെസിഫിക് ഐഡിയ. തിങ്ക് ഓഫ് കോൺക്രീറ്റ് എക്സാമ്പിൾ. വെറുതെ എന്താ പറയുക, വലിയ ഡെപ്തിലുള്ള എക്സാമ്പിളൊന്നും പോകേണ്ട ആവശ്യമില്ല, റിസർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അറിയുന്ന ചെറിയ എക്സാമ്പിൾ ഇൻപുട്ട് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കൺസിഡർ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ ഒരു ആസ്പെക്റ്റ് പറഞ്ഞു, മറ്റേ ആസ്പെക്റ്റ് പറഞ്ഞില്ല, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. സെലക്ട് ദ സ്ട്രോങ്ങസ്റ്റ് 2 to 3 ഐഡിയാസ് ടു ഡെവലപ്പ്. അത്ര ചെയ്താൽ മതി, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഗുഡ് സ്കോർ. അപ്പോൾ ഓർഗനൈസ് വിത്ത് നാച്ചുറൽ സ്ട്രക്ചർ. കണ്ടോ, ഇൻട്രൊഡക്ഷനിൽ പാരഫ്രൈസ് ചെയ്യുക ക്വസ്റ്റ്യന്, ബോഡിയിൽ മെയിൻ ഐഡിയ, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ. ചിലപ്പോൾ പ്രോബ്ലംസ് ആയിരിക്കാം, ബോഡി പാരഗ്രാഫിൽ സൊല്യൂഷൻ ആയിരിക്കാം, അതിൻ്റെ എക്സ്പ്ലനേഷനും എക്സാമ്പിൾ, കൺക്ലൂഷൻ, സമറൈസ്. ഈ ബോഡി പാരഗ്രാഫിനെയും ബോഡി പാരഗ്രാഫ് 2നും സമറൈസ് ചെയ്യുക. റൈറ്റ് വിത്ത് sentences variety, vary sentence beginnings, mix sentence type, specific vocabulary, connect ideas smoothly. അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ കൂടുന്ന ഉറപ്പാണ്. ക്വിക്ക് റിവ്യൂ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നമുക്ക് എ ഐ സ്കോറിങ്ങിന് നമുക്ക് മനസ്സിലാക്കണം, ടെംപ്ലേറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ എസ്സേനും ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടി കോണ്ടൻറ്റ് ആസ്പെക്റ്റ്, കോണ്ടൻറ്റ് ഫോക്കസ് കോണ്ടൻറ്റുകൾ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. ചെക്ക് ഫോർ ഓബ്വിയസ് ഗ്രാമർ, എൻഷുർ യു ആർ അഡ്രസ്ഡ് ഓൾ പാർട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ, വെരിഫൈ യുവർ പൊസിഷൻ ഇസ് ക്ലിയർ. അപ്പോൾ ഇതുപോലത്തെ ടെംപ്ലേറ്റുകൾ നിങ്ങൾ ഇപ്പോൾ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എഴുതി, this approach offers several significant benefits. ഇതെങ്ങനെ എഴുതാൻ പറ്റും? പല രീതിയിൽ എഴുതാൻ പറ്റും. Numerous positive outcomes emerge from implementing this strategy. Adopting this method yields multiple favorable results. This technique provides valuable advantages. Several compelling reasons support this approach. അപ്പോൾ ഒരു ഐഡിയ മാത്രമല്ല, there are many advantages to this approach എന്ന് പറയാതെ വെറൈറ്റി ഓഫ് അതിൻ്റെ തന്നെ വേരിയേഷൻസ് കൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾക്കത് പറയാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരേ കാര്യം ഒരേ രീതിയിൽ തന്നെ പറയുമെന്ന് വാശി പിടിച്ചിരുന്നാൽ AI അത് കണ്ടെത്തും, നിങ്ങളുടെ സ്കോർ കുറയും. സോ ഇംപ്ലിമെൻറ്റ് ദീസ് തിങ്സ് ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് സ്റ്റക്ക്, ജസ്റ്റ് അപ്രോച്ച് us. വി ആർ ദെയർ ടു ഹെൽപ്പ് യു ഔട്ട്. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും.
എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോസിനെ കുറിച്ചുണ്ടെങ്കിൽ എന്തായാലും കോമെൻറ്റ് ചെയ്യുക. ഫോളോ അസ് ഫോർ മോർ സച്ച് ടിപ്സ്. താങ്ക് യു.